ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സ്ലീഹാ നോമ്പിൻ്റെ 6-ാം ദിവസം. ഇന്നത്തെ വചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ ചിന്താവിഷയം ആരാധന ദൈവോദ്ദേശത്തിനായി ദൈവസന്നിധിയിൽ. അതിൻ്റെ 30-31 വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ആരാധനയുടെ ആത്മാവാണ്. ദേവാലയങ്ങൾ നിറയുന്നുണ്ട്, പാട്ടുകൾ ഉയരുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന കുറയുന്നു. കാരണം നാം ആരാധനയെ കേവലം ഒരു ചടങ്ങായി മാറ്റി. പക്ഷെ ദൈവം അതിനെ ഒരു ജീവിതമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകർ ദൈവസന്നിധിയിൽ വരുന്നു, എന്നാൽ ദൈവത്തെ കാണാതെ മടങ്ങുന്നു. യേശു സംസാരിച്ച ഈ ഭാഗം ഒരു ചോദ്യം കൊണ്ടാണ് ആരംഭിക്കുന്നത്. എല്ലാ കൽപ്പനകളിലും വലിയത് ഏത്? പക്ഷെ യേശുവിൻ്റെ ഉത്തരം ഒരു കൽപ്പന മാത്രമായിരുന്നില്ല, അതൊരു ആരാധനയുടെ നിർവചനമായിരുന്നു. ഈ വേദഭാഗത്ത് നിന്ന് 4 ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ആരാധന ദൈവസന്നിധിയിൽ ആരംഭിക്കണം. ആരാധന ദൈവസന്നിധിയിൽ ആരംഭിക്കണം. ഈ ശാസ്ത്രി യേശുവിനരികിലേക്ക് വന്ന് അവൻ മതപഠനം ചെയ്യുന്നവനായിരുന്നു. വചനങ്ങൾ അറിയാമായിരുന്നു, നിയമങ്ങൾ മനഃപ്പാഠമായിരുന്നു. എന്നാൽ അവൻ ഒരു സത്യം തിരിച്ചറിഞ്ഞു. അറിവ് ദൈവത്തിലേക്ക് എത്തിക്കുന്നില്ല, ഹൃദയമാണ് ദൈവത്തിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും വലിയ ആരാധന ഏത്? ഏറ്റവും വലിയ ശുശ്രൂഷ ഏത്? ദൈവത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് എന്താണ്? നാം കരുതുന്ന ബാഹികമായ ചിലതാണ് എന്നാണ്. പാട്ടുകൾ, വലിയ പ്രസംഗങ്ങൾ, വലിയ വഴിപാടുകൾ. എന്നാൽ കർത്താവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുക. കാരണം ആരാധനയുടെ ആരംഭം സംഗീതത്തിലല്ല, സമർപ്പണത്തിലാണ്. ഹൃദയമില്ലാത്ത ആരാധന ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ആരാധന എന്നത് ദൈവമേ ഞാൻ നിന്റേതാണ് എന്ന് സമ്മതിക്കുന്ന അനുഭവമാണ്. രണ്ടാമതായി, ആരാധന ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതാകണം. ആരാധന ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതാകണം. കർത്താവ് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമല്ല ചോദിക്കുന്നത്, മറിച്ച് ജീവിതം മുഴുവനുമാണ്. പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നു, പക്ഷെ പൂർണ്ണ ഹൃദയത്തോടെയല്ല. വായിൽ സ്തുതിയുണ്ടാകും, എന്നാൽ ഉള്ളിൽ സംശയവും വിരോധവും നിറഞ്ഞിരിക്കും. യഥാർത്ഥ ആരാധനയിൽ സ്നേഹം കേന്ദ്രമാകുന്നു. സ്നേഹമില്ലാത്ത ആരാധന ശബ്ദം മാത്രമാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരാധന സമയം കഴിഞ്ഞാലും ദൈവത്തോടൊപ്പം നടക്കും. ഞായറാഴ്ച വിശ്വാസിയാകാനല്ല, മറിച്ച് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാനാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായി, ആരാധന മനുഷ്യ സ്നേഹത്തിൽ പ്രകടമാകണം. ആരാധന മനുഷ്യ സ്നേഹത്തിൽ പ്രകടമാകണം. യേശു 2ാമത്തെ കൽപ്പനയായി പറയുന്നു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ മനുഷ്യനെ വെറുക്കുന്നുവെങ്കിൽ അവൻ്റെ ആരാധന അപൂർണമാണ്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന കൈകൾ പുറത്ത് ഒരാളെ തള്ളിക്കളയുന്ന കൈകളാകരുത്. ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവർ ഏറെയാണ്. സ്നേഹത്തിനായി കാത്തിരിക്കുന്നവർ അനേകരുണ്ട്. ഒരു ആശ്വാസവാക്ക്, ഒരു സഹായഹസ്തം, ഒരു പ്രാർത്ഥന, ഒരു സന്ദർശനം, ഇവയും ആരാധനയാണ്. മനുഷ്യനെ സ്നേഹിക്കാത്ത ആരാധന ദൈവത്തിലേക്ക് എത്തുന്നില്ല. നമ്മുടെ വീടുകളിൽ സ്നേഹമില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും ആഴമുണ്ടാകില്ല. നമ്മുടെ ബന്ധങ്ങളിൽ ക്ഷമയില്ലെങ്കിൽ നമ്മുടെ ആരാധനയിൽ ദൈവത്തിൻ്റെ സുഗന്ധം ഉണ്ടാകുകയില്ല. 4ാമതായി, ആരാധന ദൈവഹിതത്തിനായുള്ള ജീവിതമാകണം. ആരാധന ദൈവഹിതത്തിനായുള്ള ജീവിതമാകണം. ശാസ്ത്രിയോട് യേശു അവസാനം പറയുന്നു,
നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അവൻ ശരിയായ സത്യം മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അറിവ് മാത്രം മതിയാകില്ല, ജീവിതം മാറണം. ആരാധന ദേവാലയത്തിൽ അവസാനിക്കുന്നില്ല. ജീവിതം ആരാധനയായി മാറണം. ദൈവഹിതത്തിനായി ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ആരാധന. സത്യസന്ധതയിൽ ജീവിക്കുക, ക്ഷമിക്കുക, വിനയത്തോടെ നടക്കുക, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ ജീവിക്കുക. ഇവയെല്ലാം ആരാധനയുടെ ഭാഗങ്ങളാണ്. ആരാധന ദേവാലയത്തിൽ അവസാനിക്കരുത്, അത് തുടരേണ്ട ഒന്നാണ്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ദൈവഹിതം തെളിയണം. പ്രിയരെ, ആരാധന ഒരു ചടങ്ങ് മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. ദൈവസന്നിധിയിൽ ആരംഭിച്ച് ദൈവസ്നേഹത്തിൽ വളർന്ന് മനുഷ്യ സ്നേഹത്തിൽ പ്രകടമായി ദൈവഹിതത്തിനായി ജീവിക്കുന്ന ജീവിതം തന്നെയാണ് യഥാർത്ഥ ആരാധന. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. എൻ്റെ ആരാധന ഹൃദയത്തിൽ നിന്നാണോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവഹിതത്തിനായാണോ? ദൈവം നമ്മുടെ ആരാധന മനോഭാവത്തെ മാറ്റട്ടെ. ആരാധനയിലൂടെ നമ്മുടെ ജീവിതം പുതുക്കപ്പെടട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ചടങ്ങുകളിൽ ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ ആരാധനയെ നീ ജീവനുള്ളതാക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനും നിന്റെ ഹിതത്തിനായി ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.